Karma Solutions. അപ്പോൾ മക്കളെ 9ാം ക്ലാസ്സിൽ നിന്ന് 10ലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് കുറേ പേർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് 10th അല്ലെങ്കിൽ SSLC എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ വല്ലാതെ ടെൻഷൻ അടുപ്പിച്ചൊരു ക്ലാസ് ആണ്. പക്ഷേ 9ാം ക്ലാസ് അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു വന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് 10th കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ 15 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ 10ാം ക്ലാസ്സിലേക്ക് വരുന്ന സമയത്തോ നിങ്ങൾക്ക് ആകെ എത്ര ചാപ്റ്റേഴ്സാ? 13 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ. അപ്പോൾ തന്നെ അവിടെ പാഠങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇളവ് കിട്ടി. ഇനി SSLC എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പാക്കി വെച്ചിരിക്കുകയാണ്. സംഭവം നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പബ്ലിക് എക്സാം ആണ് SSLC എക്സാം. അതുകൂടാതെ എല്ലാവരും ഇതിൻ്റെ റിസൾട്ട് അറിയും, റിസൾട്ട് ചോദിക്കും, പലരോട് നമ്മൾ ഇതിൻ്റെ റിസൾട്ടൊക്കെ പറയേണ്ടി വരും. അങ്ങനെ ഒരു ടെൻഷനാണ് നിങ്ങൾക്ക് മെയിനായിട്ട്. ഈ 9ാം ക്ലാസ് വരെ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ നിങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ ഇനി SSLC ആയാലും +1 ആയാലും +2 ആയാലും ഇനി അങ്ങോട്ടേക്ക് റിസൾട്ടുകൾ കൃത്യമായിട്ട് എല്ലാവരും അറിയുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ നിങ്ങൾക്ക് 9th അത്രയും ടഫായിട്ടുള്ള ഹൈസ്കൂളിൽ വെച്ച് ഏറ്റവും ടഫായിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ 9th ആണ്. അത് നിങ്ങൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വന്ന ആൾക്കാർക്ക് SSLC ഒരു വിഷയമല്ല മക്കളെ. പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഈസി ആവുള്ളൂ. കാരണം ഒന്നാമത് നിങ്ങൾ SSLC എന്ന് പറഞ്ഞൊരു പ്രഷറിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളായിട്ട് നിങ്ങളെ ഒന്ന് ഒരുക്കണം. കാരണം നിങ്ങൾക്ക് മാത്സ് മാത്രമല്ല ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നമുക്ക് ജസ്റ്റ് പാസ്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് അല്ല നമുക്ക് വേണ്ടത്. ഫുൾ A+ തന്നെ ലക്ഷ്യം വെച്ച് മക്കൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് മുതൽ പഠിക്കണം. അപ്പോൾ മാത്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ ഒരു ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിൽ എത്ര പേജ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നൊക്കെ നമ്മൾ ആ കണ്ടൻസ് നോക്കൂലേ? അതേപോലെ തന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണികൾ. ഇനി നമുക്ക് ഇവിടെ അടുത്ത ഒരു 3ാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്, അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും. ഈ 2 പാഠങ്ങൾ എന്താണ്? ഭയങ്കര ബന്ധമാണ്. ഓക്കെ, ഇവിടെ രണ്ടിലും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുഞ്ഞ് ക്ലാസ് തൊട്ടിട്ട് നിങ്ങൾ പാറ്റേൺസ് പഠിക്കുന്നുണ്ട്, നമ്പർ പാറ്റേൺസ്. ഇപ്പോൾ ഈവൻ നമ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 2, 4, 6 അടുത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 പറയാൻ പറ്റൂലേ? അതുപോലെ ഇത്ര സിമ്പിൾ അല്ല, എന്നാലും കുറച്ചും കൂടി ലെവൽ കൂടിയിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ, ശ്രേണികളെ കുറിച്ചൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള, നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ടാണ്, പക്ഷെ നിങ്ങൾക്ക് നമ്പർ പാറ്റേൺസ് ആയിട്ട് നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഇത് നല്ല സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഇനി അടുത്ത 2ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. ഇവിടെ നിങ്ങൾക്ക് വൃത്തങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറേ കോൺസെപ്റ്റാണ്. ഓൾറെഡി നിങ്ങൾ 8ലും 9ലൊക്കെ വൃത്തങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കുറച്ചും കൂടി ലെവൽ കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്ത 4ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം. അതായത് സാധ്യത, പ്രോബബിലിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ മക്കളെ? ഇതാണ് പഠിക്കാനുള്ളത്. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു ചാപ്റ്റർ വേറെ പേരിൽ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ പേരിൽ നിങ്ങൾക്ക് +1ലേക്കും +2ലേക്കും വരുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ ബേസ് ആണ്. സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, 2ാം കൃതി സമവാക്യങ്ങൾ. ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും അതേപോലെ നിങ്ങൾക്ക് ഒരു പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്, ബഹുപദങ്ങളും സമവാക്യങ്ങളും, ഈ 2 പാഠങ്ങൾ കുറച്ച് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഫോർമുല, ക്വാഡ്രാറ്റിക് ഫോർമുലയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു 10ാം ക്ലാസ്സിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ഇത് മറക്കൂല. അത്രയ്ക്ക് എന്താ പറയുക, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുലയാണ്. ഇപ്പോഴും അത്രത്തോളം എല്ലാവരും ലൈഫിൽ ഓർത്തിരിക്കുന്ന ഒരു കാര്യങ്ങളിലൊന്നെന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെ ഈ ക്വാഡ്രാറ്റിക് ഫോർമുല ആയിരിക്കും കേട്ടോ, മാത്സിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഫോർമുലയും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈസി ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. അടുത്ത ട്രിഗ്നോമെട്രി, പലർക്കും പേടി വരുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. കുറച്ച് വലിയ ചാപ്റ്ററാണ്. ഇതിൽ കുറേ പുതിയ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. അതായത് നിങ്ങൾക്ക് ട്രയാങ്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ തന്നെയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിക്ക് പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ബാക്കിയുള്ളവർ ഓരോരുത്തർക്കും ഓരോ ലെവലാണല്ലോ. ചിലർക്ക് ടഫായിട്ടുള്ളത്, ചിലർക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കണ്ട. നിങ്ങൾ ഭൂരിഭാഗമുള്ള അഭിപ്രായം നിങ്ങൾ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഈസി ആകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? സ്റ്റാർട്ടിങ് തൊട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ചാപ്റ്ററും ഈസി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. അടുത്തത് കോർഡിനേറ്റ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ സൂചക സംഖ്യകൾ. ഓക്കെ, അടുത്ത ടാൻജൻസ്. ഈ ടാൻജൻസും നമ്മളിവിടെ കണ്ട സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അതേപോലെ സർക്കിൾസ് ആൻഡ് ലൈൻസ്, ഇതെല്ലാം പരസ്പരം സർക്കിളായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും, റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അടുത്ത ഇതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ജോമെട്രി ആൻഡ് ആൾജിബ്ര. ഇവിടെ ജോമെട്രി കുറച്ച് കൺസ്ട്രക്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൂടാതെ ഓൾജിബ്ര നിങ്ങൾക്ക് ഇക്വേഷൻസ് ആയിട്ട് സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള ടൈപ്പ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അടുത്ത സോളിഡ്സ്. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പ്രിസം പഠിച്ചില്ലേ മക്കളെ? ആ പ്രിസത്തിൽ നിങ്ങൾ ഒരുപാട് ഫോർമുല പഠിച്ചില്ലേ? അതേപോലെ ഈ സോളിഡ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക്
കുറച്ചധികം ഷേപ്പുകളെ കുറിച്ച് പഠിക്കാനുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഫോർമുലകൾ പഠിക്കാനുണ്ട്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവരക്കണക്ക്, ഏറ്റവും ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. 8ാം ക്ലാസ് തൊട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പലവിധ ഭാവങ്ങൾ കാണുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് ഈ ഒരു 13ാമത്തെ ചാപ്റ്റർ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു 13 ചാപ്റ്ററിൽ ഓരോ പാഠത്തിലും വെച്ച് ഒരുപാടധികം ഫോർമുലകൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഫുൾ A+ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മക്കളെ, മാത്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ എന്തൊക്കെയാണ് പഠിച്ച ഇമ്പോർട്ടൻറ്റ് ഫോർമുലേൻ്റെ ഒരു ഷീറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് 10th ഒരു ടെൻഷനും ഇല്ലാതെ ഫുൾ A+ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മാത്സിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് ഇതാ ഏകദേശം ഈ 5 പാഠത്തോളം ആദ്യത്തെ എക്സാമിന് ഓണപരീക്ഷയ്ക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത്രയധികം ചാപ്റ്റേഴ്സ് ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. സോ നിങ്ങൾ സ്കൂൾ തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ, ഇപ്പോൾ SSLCൻ്റെ ഒക്കെ റിസൾട്ടൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലം നിങ്ങൾ ഈ ഒരു അവസ്ഥയിലിരിക്കും. ടെൻഷൻ അടിച്ച് ഇരിക്കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. അപ്പോൾ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് നമ്മുടെ MS സൊല്യൂഷൻസിൻ്റെ RMS ബേസ് ബാച്ച്. ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടുന്നതാണ്. കൂടാതെ 1 ഷോട്ട് ക്ലാസ്സും എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ചെറിയൊരു ഫീസിൽ കിട്ടുന്നതാണ്. ഇനി അടുത്ത് നമ്മുടെ മെയിൻ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലൈവ് ക്ലാസ്സും ഉണ്ട്. കൂടാതെ മോഡൽ ക്വസ്റ്റ്യൻസും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഈസി, മീഡിയം, ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസും, കൂടാതെ ടെക്സ്റ്റ് ബുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് മെന്റർഷിപ്പ് ഗൈഡൻസ് എല്ലാം കിട്ടുന്നതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ബാച്ചിൽ. ഇനി നമ്മുടെ പ്രീമിയം ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത്രത്തോളം നിങ്ങൾ +1, +2 എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു ഫ്യൂച്ചർ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്ക് പറ്റിയ ഏറ്റവും നല്ലൊരു ബാച്ചാണ് പ്രീമിയം ബാച്ച്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന നല്ലൊരു ഫൗണ്ടേഷനാണ് മക്കളെ. നിങ്ങൾ ഏതൊരു സബ്ജക്റ്റിൽ വീക്ക് ആയിട്ടുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് ക്ലിയർ ആക്കി നിങ്ങളെ ആ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിൽ അത്രത്തോളം മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ചാണ് നമ്മുടെ പ്രീമിയം ബാച്ച്. നിങ്ങൾക്ക് പ്രത്യേകം മെൻറ്ററും അതേപോലെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ഗൈഡൻസ് ഒക്കെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇനി നമ്മുടെ RMSൻ്റെ മെറ്റീരിയൽ ബാച്ചും ഉണ്ട്. നിങ്ങൾക്ക് 10th വേണ്ട എല്ലാ മെറ്റീരിയൽസും കൂടാതെ ഈ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് തൊട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.